പിന്നെ ഈ കാണുന്ന റോഡ് നമ്മുടെ പാലക്കാട് ജില്ല കണ്ണമ്പ്ര ഗ്രാമപഞ്ചായത്തിലെ കല്ലിങ്കൽ പാടം എന്നൊരു ഭാഗമാണ്. അപ്പോൾ ഈ ടാറിംഗ് റോഡ് ഇത് ബസ് റൂട്ടാണ് കേട്ടോ. അപ്പോൾ ഈ ടാറിംഗ് റോഡിൻ്റെ സൈഡിൽ നിന്നും നേരെ നമ്മുടെ വീട്ടിലേക്ക് എൻ്റർ ചെയ്യണം. ഒരു 5 മീറ്ററോളം വീതിയുള്ള വഴി, അതൊരു 10-15 മീറ്റർ ദൂരം ടാറിംഗ് റോഡിൽ നിന്ന് നേരെ നമ്മുടെ വീട്ടിലേക്ക് എൻ്റർ ചെയ്യും. അപ്പോൾ ഈ വഴി ഉൾപ്പെടെ ഇതിനകത്ത് 12 സെൻറ്റ് സ്ഥലവും 1300 സ്ക്വയർ ഫീറ്റിൻ്റെ പുതിയ വീടാണ്. കല്ലിങ്ങൽപ്പാടം എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ കണ്ണമ്പ്ര പഞ്ചായത്തിൽ വാണിയമ്പാറയ്ക്കൊക്കെ അടുത്ത് വരുന്നതാണ്. അതായത് നമ്മളിപ്പോൾ തൃശ്ശൂരിൽ നിന്നൊക്കെയാണ് ഈ വീട് കാണാൻ വരികയാണെങ്കിൽ നമ്മുടെ തൃശ്ശൂരിൽ നിന്ന് മണ്ണൂത്തി കുതിരാൻ തുരങ്കം കഴിഞ്ഞ ഉടനെ വാണിയമ്പാറയിൽ നിന്ന് ഇടത്തോട്ട്. പാലക്കാട് നിന്ന് വരികയാണെങ്കിൽ നേരെ നമ്മുടെ പന്നിയങ്കര വടക്കഞ്ചേരി പന്നിയങ്കര ടോളൊക്കെ കഴിഞ്ഞ ഉടനെ വാണിയമ്പാറയിൽ നിന്ന് റൈറ്റ്, അങ്ങനെയായിട്ട് വരുന്നൊരു ഭാഗത്ത്. അപ്പോൾ ഇതിൻ്റെ പണി ഏകദേശം ഒരു 99% പണിയും പൂർത്തിയായിട്ടുണ്ട്. ഇതിനിപ്പോൾ ഈ മുറ്റത്ത് ആ കുറ്റിക്കാടൊക്കെ ഒന്ന് വെട്ടിക്കളഞ്ഞ ഒരു കട്ട വിരിക്കേണ്ട ഒരു പണിയും അല്ലറ ചെറിയ ടച്ചപ്പ്, പെയിൻറ്റിങ്ങിൻ്റെ ചെറിയ ടച്ചപ്പ് പണികൾ മാത്രമാണ് ഇതിനകത്തുള്ളത് കേട്ടോ. അപ്പോൾ ഈ 12 സെൻറ്റ് സ്ഥലത്ത് 1300 സ്ക്വയർ ഫീറ്റ് 2 ബെഡ്റൂം, അത് 2 അറ്റാച്ച്ഡ്. അത് കൂടാതെ കോമൺ ആയിട്ട് പുറത്ത് ഒരു ബാത്റൂം സൗകര്യം കൂടെ വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉടമസ്ഥൻ ചോദിച്ചിരിക്കുന്ന വില 60 ലക്ഷം രൂപയാണ്. അത്യാവശ്യം സ്ഥലത്തിന് നല്ലതുപോലെ വിലയുള്ളൊരു ഭാഗവും അതുപോലെ വീടിൻ്റെ നിർമ്മാണം നല്ല രീതിക്ക് മാർക്കറ്റിൽ ഇന്ന് കിട്ടാവുന്നതിൽ വെച്ച് നല്ല ക്വാളിറ്റി ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് കംപ്ലീറ്റ് വർക്കുകളും ചെയ്തിട്ടുള്ളത്. ഇവിടെ ഒരു TV യൂണിറ്റിൻ്റെ കബോർഡ് വർക്കുകളിലൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിൽ ഈ പെയിൻറ്റ് തെറിക്കാതിരിക്കാനായിട്ട് ഒരു പത്രക്കടലാസും ഉണ്ട്, കവർ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ആ സിറ്റ് ഔട്ട് കഴിഞ്ഞ ഉടനെ ലിവിംഗ് റൂമിൻ്റെ മുകൾ വശമൊക്കെ സീലിംഗ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും നമ്മുടെ ഈ തവക്കൽ പ്രോപ്പർട്ടീസ് എന്ന ചാനൽ നിർബന്ധമായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഞങ്ങളുടെ സ്ക്രീനിൽ കൊടുത്ത ഈ നമ്പറുമായിട്ടൊന്ന് കോൺടാക്റ്റ് ചെയ്യുക. 60 ലക്ഷം രൂപ എന്ന് പറഞ്ഞെങ്കിലും അത് നെഗോഷ്യബിൾ ആണ്. അത് അദ്ദേഹവുമായിട്ടിരുന്ന് സംസാരിക്കുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ വിലയിൽ അഡ്ജസ്റ്റ് ആവും. അപ്പോൾ സിറ്റ് ഔട്ട്, ലിവിംഗ് റൂം, ഡൈനിങ് കഴിഞ്ഞാൽ അതിൻ്റെ വലതുവശത്ത് തന്നെയായിട്ട് 2 ബെഡ്റൂം, അത് 2ഉം അറ്റാച്ച്ഡ് സൗകര്യത്തോടു കൂടി അത്യാവശ്യം നല്ല വലുപ്പമുള്ള 2 ബെഡ്റൂമുകളാണ്. 1300 സ്ക്വയർ ഫീറ്റ്. മുകളിൽ സ്റ്റെയർ റൂം കെട്ടി വാർത്ത് ഇട്ടിരിക്കുന്നു കേട്ടോ. കെട്ടി വാർത്ത് തേപ്പണിയൊക്കെ കഴിഞ്ഞിട്ടിരിക്കുന്നു. ഇതൊക്കെ കബോർഡിൻ്റെ വർക്കുകൾ കംപ്ലീറ്റും ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വാൾ ഡോറുകൾ, കിച്ചൺ കബോർഡ് വർക്കുകൾ, ഷോക്കേസിൻ്റെ പണികൾ, അങ്ങനെയുള്ള എല്ലാ പണികളും ഫിനിഷ് ചെയ്ത് മനോഹരമായിട്ടുള്ളൊരു വീട്. നിറയെ വീടുകളൊക്കെ ഉള്ളൊരു ഭാഗം. ആരാധനാലയങ്ങൾ അടുത്തുണ്ട്. +2 വരെയുള്ള ഗവൺമെൻറ് സ്കൂളുണ്ട്, പ്രൈവറ്റ് സ്കൂളുകളുണ്ട്. കണ്ടോ, ഗോൾഡ് മെഡലിൻ്റെ സ്വിച്ചൊക്കെയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് ഞാൻ പറഞ്ഞത്, മാർക്കറ്റിൽ കിട്ടാവുന്നതിൽ നല്ല ക്വാളിറ്റി ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഈ നിർമ്മാണ രംഗത്ത് വർഷങ്ങളുടെ പാരമ്പര്യമുള്ളൊരു ആൾ പണിത് കൊടുക്കുന്ന ഒരു വീടാണ്. നല്ല വീട് തന്നെയാണ്. ഇങ്ങനെയുടെ വീട് ഇതിന് മുമ്പും നമ്മൾ പല ഭാഗങ്ങളിലായിട്ട് നമുക്ക് വീഡിയോയിൽ കൂടെ തന്നെ ആളുകൾ വന്ന് വാങ്ങിയിട്ടുമുണ്ട്. അങ്ങനെ സെയിലായിട്ടൊക്കെ ഉള്ളൊരു വീടാണ്. അതിപ്പോൾ ഇവിടെ ഈ സ്റ്റെയറിൻ്റെ അടിയിലാണെങ്കിലും ഇവിടെ നമുക്കൊരു ഇൻവെർട്ടർ കണക്ഷനും കൂടാതെ ഇതിൻ്റെ അടിയിൽ ഭാഗത്ത് നമുക്കൊരു ചെറിയൊരു സ്റ്റോറേജ് സ്പേസൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. കബോർഡിൻ്റെ അങ്ങനെയുള്ള പണികളൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നാഷണൽ ഹൈവേ വാണിയമ്പാറയിലേക്ക് ഈ വീടിൻ്റെ അവിടെ നിന്ന് ഏകദേശം ഒരു 2.5-3 കിലോമീറ്ററിൽ താഴെ മാത്രമാണ് ദൂരം വരുന്നത്. ഇപ്പോൾ വടക്കഞ്ചേരിയിൽ നിന്ന് വരികയാണെങ്കിൽ നമുക്ക് വാണിയമ്പാറ എത്തുന്നതിന് മുന്നായിട്ട് പന്നിയങ്കര ടോള് കഴിഞ്ഞ് കുറച്ചങ്ങോട്ട് വരുമ്പോൾ തന്നെ വലത്തോട്ടൊരു റോഡുണ്ട്. അത് നേരെ കല്ലിങ്ങൽ പാടത്തേക്ക് വരാം. പാലക്കാട് നിന്നൊക്കെ വരുന്നവർക്ക് തൃശ്ശൂരിൽ നിന്ന് വരികയാണെങ്കിൽ നേരെ കുതിരാൻ തുരങ്കം കഴിഞ്ഞ ഉടനെ വാണിയമ്പാറയിൽ നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞ് കഴിഞ്ഞാൽ നേരെ കല്ലിങ്ങൽ പാടം. അപ്പോൾ കല്ലിങ്ങൽ പാടം സെൻട്രലിലേക്ക് ഈ വീടിൻ്റെ അവിടെ നിന്നും ജസ്റ്റ് നടക്കേണ്ട ദൂരം മാത്രമാണുള്ളത്. എല്ലാവിധ വണ്ടികൾക്കും വരാനുള്ള വഴി സൗകര്യമുണ്ട്. നമുക്കിപ്പോൾ ഈ വീടിൻ്റെ ഈ വഴിയിലൂടെ തന്നെയാണ് ഈ അപ്പുറം മതിൽ, ആ മതിലിൻ്റെ ഇടയിൽ കൂടെ ടിപ്പർ പോലത്തെ വണ്ടികളൊക്കെ വന്നിട്ട് ബിൽഡിംഗ് മെറ്റീരിയൽസൊക്കെ തട്ടി അങ്ങനെ വണ്ടികൾക്ക് വരാനുള്ള സൗകര്യത്തോടു കൂടിയുള്ള വഴി സൗകര്യമുണ്ട്. നമുക്കൊരു 1-2 കാറുകളൊക്കെ വന്നാൽ സുഖമായിട്ട് പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. പണിക്കാർ ഈ കബോർഡിൻ്റെ വർക്കിൻ്റെ പണിക്കാരാണ്. അവർ ഉച്ചയൂണ് കഴിക്കേണ്ട മുറിയിൽ ഇരുന്നിട്ട്. അപ്പോൾ ഇത് നമുക്ക് ബാത്റൂമിൽ ഇതിന് അറ്റാച്ച്ഡ് സൗകര്യമുണ്ട്. അതിന് എക്സ്ട്രാ ഒരു ഡോറ് കൊടുത്തിട്ടുണ്ട്, റൂമിനായിട്ടൊരു ഡോറ്. അതുകൂടാതെ ബാത്റൂമിൻ്റെ അവിടത്തേക്ക് കയറുന്ന ഭാഗത്തൊരു ഡോറ്. അങ്ങനെ ഞാനതൊരു അപൂർവമായിട്ടാണ് അങ്ങനെയുള്ളൊരു റൂം കണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് നല്ലൊരു സൗകര്യം തോന്നി എനിക്ക്. അപ്പോൾ അടുക്കളയിലേക്ക് വന്നാലും ശരി, ഈ സിങ്കിൻ്റെ പൈപ്പുകളും അതുപോലെ ഉണ്ട്. കബോർഡ് വർക്കുകൾ കംപ്ലീറ്റും നല്ല രീതിക്ക് തന്നെ പണി ചെയ്തിട്ടുണ്ട്. ഇതിൽ ഗ്രാനൈറ്റാണ് ഇട്ടിരിക്കുന്നത്. ഈ കിച്ചൺ സ്ലാബിൽ മുകൾ വശത്തൊക്കെ നല്ലതുപോലെ കബോർഡിൻ്റെ വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നേരെ നമുക്ക് വാങ്ങുന്നവർക്ക് നമ്മുടെ നിത്യോപയോഗ സാധനങ്ങൾ കൊണ്ടുവന്ന് താമസിക്കേണ്ട ഒരു കാര്യം മാത്രം. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഞങ്ങളെ വിളിക്കാം.
പാലക്കാട് ജില്ലയാണ്. പാലക്കാട് ജില്ലയിലെ കണ്ണമ്പ്ര ഗ്രാമപഞ്ചായത്തിലാണ് ഈ വീട് വരുന്നത്. കല്ലിങ്ങൽപ്പാടം സെൻട്രലിൽ നിന്ന് ജസ്റ്റ് ഒരു 500 മീറ്റർ ദൂരം. എല്ലാവിധ വർക്കുകളും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ തന്നെയാണ്, കല്ലിങ്ങൽപ്പാടത്ത് തന്നെയായിട്ടാണ് ഹയർ സെക്കൻഡറി സ്കൂൾ വരുന്നത്. അതുപോലെ ആരാധനാലയങ്ങളായിട്ടുള്ള അമ്പലമുണ്ട്, മുസ്ലിം പള്ളിയുണ്ട്, ക്രിസ്ത്യൻ പള്ളിയുണ്ട്. അങ്ങനെ എല്ലാ ആൾക്കാരും തിങ്ങിപ്പാർക്കുന്ന ഒരു ഏരിയയിലായിട്ടാണ് വീട് വരുന്നത് കേട്ടോ. ഇനി ചുറ്റുഭാഗത്തും, കാരണം 12 സെൻറ്റോളം സ്ഥലമുള്ളതുകൊണ്ട് നമുക്ക് ചുറ്റുഭാഗവും ഇനിയിപ്പോൾ എന്തെങ്കിലും അടുക്കള കൃഷിക്കായിട്ട് കുറച്ച് ഭാഗങ്ങൾ ഉപയോഗിക്കാം. അതുപോലെ തെങ്ങോ മാവോ പ്ലാവോ ഒക്കെ വെക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. വെള്ളത്തിനായിട്ട് ഇതിനകത്ത് നിലവിൽ ബോർവെൽ കണക്ഷനാണ് ഉള്ളത്. ഇനിയൊരു കിണർ കുഴിക്കാനാണെങ്കിൽ അതിനുള്ള സ്ഥലവും നമുക്ക് ഈ വീടിൻ്റെ മുന്നിലും സൈഡിലൊക്കെ ആയിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ സ്റ്റെയർ ഉള്ളിലൂടെ കൂടെ കൊടുത്തിരിക്കുന്നു. ഭാവിയിൽ നമുക്ക് 1-2 മുറി എടുക്കാനുള്ള സൗകര്യവും നമുക്ക് ഈ വീടിന് വരുന്നുണ്ട്. അത്രയും അടിത്തറയൊക്കെ നല്ല സ്ട്രോങ് ആയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. വീട് പണിത് കൊടുക്കുന്നവർക്ക്, അവർ വാങ്ങുന്നവർക്ക് ഒരു തൃപ്തി ആയിക്കോണം എന്നുള്ള രീതിക്ക്, നല്ല രീതിക്ക് തന്നെയാണ് ഇതിൻ്റെ നിർമ്മാണം. അത് നിങ്ങൾക്ക് വന്ന് നേരിട്ട് വീട് വന്ന് കണ്ടു കഴിഞ്ഞാൽ ബോധ്യമാവും. അങ്ങനെ ഒരു സ്റ്റെയർ റൂം കെട്ടി വാർത്തിട്ടിരിക്കുന്നു. ഇനിയിപ്പോൾ ഒരു 2 മുറി, സുഖമായിട്ട് 2 മുറി മുകളിലെടുക്കാനുള്ള സൗകര്യത്തോടു കൂടെ. അതുപോലെ വിറക് അടുപ്പ് കത്തിക്കാനുള്ള ആലുവ പുകയില്ലാത്ത അടുപ്പൊക്കെ നിലവിൽ ഓൾറെഡി അതിനകത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കണ്ടോ, അടുത്തൊക്കെ നിറയെ വീടുകൾ. ആ വീടുകളുടെയൊക്കെ ഇടയിലായിട്ട് നല്ല നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളൊരു ഏരിയയാണ്. അത്യാവശ്യം സ്ഥലത്തിനും നല്ലതുപോലെ വിലയുള്ളൊരു ഭാഗവും കൂടെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവൻ കാണുക, കുറച്ച് ഭാഗങ്ങൾ കണ്ടിട്ട് വിളിക്കരുത്, മുഴുവൻ കണ്ടതിന് ശേഷം വിളിക്കുക. തൊട്ടടുത്ത്, ഇതിൻ്റെയൊക്കെ അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയാനായിട്ട് തൃശ്ശൂരാണ്. തൃശ്ശൂരിൽ നിന്നും പാലക്കാട് നിന്നൊക്കെയാണ് അടുത്ത റെയിൽവേ സ്റ്റേഷനുകളൊക്കെ വരുന്നത്. ചുറ്റുഭാഗവും മതിൽ കെട്ടിയിട്ടുണ്ട്. അത് സ്ലാബ് മതിലാണ് ചിലവിടെ കിട്ടുക. ഇതിപ്പം നല്ല സിമെൻറ്റ് കട്ട കൊണ്ട് തന്നെ ചുറ്റുഭാഗവും മതിൽ കെട്ടി നമ്മുടെ കോമ്പൗണ്ട് വാളൊക്കെ കെട്ടി അത് അതിർത്തി തിരിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി വന്ന് ഈ 12 സെൻറ്റ് നമുക്ക് അളന്ന് തിട്ടപ്പെടുത്തി തരുന്നതായിരിക്കും. അതൊരു വീടിൻ്റെ സ്ക്വയർ ഫീറ്റ് അളന്ന് തിട്ടപ്പെടുത്തി തരുന്നതായിരിക്കും. 1300 സ്ക്വയർ ഫീറ്റാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. പുതിയ വീടാണ്. ഒരു അലക്കുകലൊക്കെ കൊടുത്തിട്ടുണ്ട് പുറകിൽ. അതുപോലെ ഒരു കോമൺ ആയിട്ടുള്ളൊരു ബാത്റൂം സൗകര്യം കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ചുറ്റുഭാഗം ഒന്ന് നോക്കുകയാണെങ്കിൽ, താഴത്തിറങ്ങിയിട്ട് ചുറ്റുഭാഗത്ത് നോക്കുകയാണെങ്കിൽ ഈ ഒരു കുറ്റിക്കാടൊക്കെ ഒഴിവായി കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ നിറയെ ഒരു സ്ഥലം തോന്നും കേട്ടോ. അതിപ്പോൾ ഈ മഴ പെയ്തതിന് ശേഷം വന്നിട്ടുള്ളൊരു ചെറിയൊരു കുറ്റിക്കാടാണ്. അപ്പോൾ ചുറ്റുഭാഗവും നിങ്ങൾ നോക്കിക്കോളൂ. വീഡിയോ എല്ലാ ഭാഗവും ഞാൻ ഈ വീടിൻ്റെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വീഡിയോയിൽ കൂടെ. അപ്പോൾ നിങ്ങൾ ചുറ്റുഭാഗം കണ്ടതിന് ശേഷം താല്പര്യമുള്ളവർക്ക് ഞങ്ങളുടെ സ്ക്രീനിൽ കൊടുത്ത നമ്പറുമായിട്ടൊന്ന് കോൺടാക്റ്റ് ചെയ്യുക. തൃശ്ശൂർക്ക് ഏകദേശം ഇവിടെ നിന്നും ഒരു 25 കിലോമീറ്റർ താഴെയായിരിക്കും ദൂരം വരുന്നത് തൃശ്ശൂർക്ക്. പാലക്കാട്ടേക്കാണെങ്കിൽ ഒരു 35 കിലോമീറ്റർ ദൂരം വരും. നാഷണൽ ഹൈവേയിലേക്ക് ഞാൻ പറഞ്ഞു 2.5-3 കിലോമീറ്ററാണ് നാഷണൽ ഹൈവേയിലേക്കുള്ള ദൂരം. അതുകൊണ്ട് നമുക്ക് പുറകുവശമൊക്കെ നല്ലതുപോലെ പെരുമാറാനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ നല്ലൊരു സ്ഥാനമൊക്കെ നോക്കിയിട്ട് ഇനി ഒരു ഓപ്പൺ കിണർ കുഴിക്കുകയാണെങ്കിൽ ഇഷ്ടം പോലെ വെള്ളം കിട്ടുന്ന ഒരു പ്രദേശം കൂടിയാണ് ഇവിടെ. അവിടെ ഒരു അമ്മിത്തുണ്ടൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ ഈ ഒരു സൈഡിൽ. ഇനിയിപ്പോൾ പുറകിലേക്ക് ഷീറ്റ് ഇറക്കിയിട്ട് ഒരു വർക്ക് ഏരിയ എടുക്കുകയാണെങ്കിൽ അതിനുള്ള സൗകര്യത്തോടു കൂടെയായിട്ടാണ്. 12 സെൻറ്റ് സ്ഥലം വരുന്നുണ്ട്, 5 സെൻറ്റോ 6 സെൻറ്റോ അല്ല. അതുകൊണ്ടാണ് 60 ലക്ഷം രൂപ പറഞ്ഞിരിക്കുന്നത്. അതും നെഗോഷ്യബിളാണ് അധികമായിട്ട് നേരിട്ടിരുന്ന് സംസാരിക്കുമ്പോൾ. ഇനിയിപ്പോൾ ലോൺ എടുത്തിട്ടാണ് വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കെങ്കിൽ അതിനുള്ള സൗകര്യം കൂടെ ചെയ്തു തരുന്നതായിരിക്കും കേട്ടോ. ലോൺ കിട്ടാൻ അർഹരായിട്ടുള്ള ആൾക്കാർക്ക് മാത്രം. ചിലർക്ക് ലോൺ കിട്ടില്ല. അതുകൊണ്ടാണ് ഞാനത് പ്രത്യേകം എടുത്ത് പറയുന്നത്. ഫ്രണ്ടിലൊക്കെ നമുക്ക് കണ്ടോ ഒരു 2-3 വണ്ടി വന്നാലും നിർത്താനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോണേ. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാമെന്ന പ്രതീക്ഷയോടെ. ബൈ ബൈ.